നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചാരി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പേരുകളേതൊക്കെയാ? കൊളംബസ്, വാസ്കോഡഗാമ. എന്നാൽ ഇവരെയൊക്കെ പിന്നിലാക്കിയ, പക്ഷേ അത്രയൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ കഥ ശരിക്കും അവിശ്വസനീയമാണ്. 75,000 മൈലുകൾ, കിലോമീറ്ററിൽ പറഞ്ഞാൽ ഏകദേശം 1,20,000. ഒന്നാലോചിച്ചു നോക്കൂ, ഭൂമിയെ ഒരു തവണയല്ല, 2 തവണയല്ല, ഏതാണ്ട് 3 തവണ ചുറ്റിവരാനുള്ള ദൂരം. ഇതൊരു ചെറിയ കണക്കല്ല അല്ലേ? ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ പോലെ വിമാനങ്ങളോ ട്രെയിനുകളോ എന്തിന്, നല്ല റോഡുകൾ പോലും ഇല്ലാത്തൊരു കാലത്താണ് ഈ യാത്ര, 14-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ആരായിരിക്കും ഇത്രയും വലിയൊരു ദൂരം താണ്ടിയത്? നമ്മളെല്ലാം കേട്ടിട്ടുള്ള മാർക്കോ പോളോയേക്കാൾ 3 ഇരട്ടി ദൂരം സഞ്ചരിച്ച ആ വ്യക്തി ആരായിരിക്കും? അതെ, ആ മഹാനായ സഞ്ചാരിയുടെ പേരാണ് ഇബ്നു ബത്തൂത്ത. 1304-ൽ മൊറോക്കോയിൽ ജനിച്ച ഒരു പണ്ഡിതൻ. പക്ഷെ അദ്ദേഹത്തിന്റെ യാത്രകളാണ് അദ്ദേഹത്തെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലൊന്നാക്കി മാറ്റിയത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ കഥയിലേക്ക് കടക്കാം. ആദ്യത്തെ ഭാഗം, ഒരു തീർത്ഥാടകന്റെ ശബ്ദം. കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും ഈ അവിശ്വസനീയമായ യാത്രയുടെ തുടക്കം വളരെ സിമ്പിളായിരുന്നു. വെറുമൊരു പുണ്യയാത്ര. 1325-ൽ 21-ാമത്തെ വയസ്സിൽ ഇബ്നു ബത്തൂത്ത സ്വന്തം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ലോകം ചുറ്റാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഓരോ മുസ്ലിമിന്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായ മക്കയിലേക്കുള്ള ഹജ്ജ് തീർത്ഥാടനം. പക്ഷേ 1 വർഷം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ച യാത്ര നീണ്ടുപോയത് 30 വർഷത്തേക്കാണ്. മക്കയിൽ തുടങ്ങി ഇന്ത്യ, ചൈന, ഒടുവിൽ തിരിച്ച് മൊറോക്കോയിലെത്തുന്നതിന് മുൻപ് സഹാറ മരുഭൂമി വരെ അദ്ദേഹം താണ്ടി. ഇതൊരു യാത്ര എന്നതിലുപരി അതൊരു ജീവിതം തന്നെയായി മാറി. ഹജ്ജ് കഴിഞ്ഞതോടെ കാര്യങ്ങളാകെ മാറി. യാത്ര അദ്ദേഹത്തിനൊരു ലഹരിയായി, ഒരു പാഷനായി. അപ്പോൾ അദ്ദേഹം സ്വന്തമായി ഒരു നിയമമുണ്ടാക്കി: ഒരിക്കൽ പോയ വഴിയിലൂടെ രണ്ടാമതൊരിക്കലും യാത്ര ചെയ്യില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ തീരുമാനമാണ് ഒരു സാധാരണ തീർത്ഥാടകനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സഞ്ചാരിയാക്കി മാറ്റിയത്. ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹത്തിന്റെ യാത്രയിലെ ഏറ്റവും ത്രില്ലിംഗായ ഭാഗത്തേക്കാണ്. കൊട്ടാരങ്ങളും കലാപങ്ങളും കപ്പൽഛേദങ്ങളും നിറഞ്ഞ ഒരു അധ്യായം. ഇതിന്റെയൊക്കെ തുടക്കം ഇന്ത്യയിലായിരുന്നു. എന്തിനാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതെന്നല്ലേ? അതിനൊരു കാരണമുണ്ടായിരുന്നു. ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെക്കുറിച്ചുള്ള കഥകൾ. പണ്ഡിതന്മാരെയും അറിവുള്ളവരെയും സ്വർണം കൊണ്ട് മൂടുന്നൊരു ഭരണാധികാരി. സ്വാഭാവികമായും ആ ഔദാര്യം ഇബ്നു ബത്തൂത്തയെയും ഇന്ത്യയിലേക്ക് ആകർഷിച്ചു. പക്ഷേ ഡൽഹിയിലെത്തിയപ്പോഴാണ് കഥ മാറുന്നത്. ഈ സുൽത്താൻ ശരിക്കും ഒരു പ്രഹേളികയായിരുന്നു. ഒരു വശത്ത് പണ്ഡിതന്മാർക്ക് ബഹുമാനവും സമ്മാനങ്ങളും വാരിക്കോരി കൊടുക്കും, ഇബ്നു ബത്തൂത്തയെ ഒരു വലിയ ന്യായാധിപനായിട്ടൊക്കെ നിയമിച്ചു. മറുവശത്തോ അങ്ങേയറ്റം ക്രൂരനായൊരു ഭരണാധികാരി. സ്വന്തം ഇഷ്ടത്തിന് ആളുകളെ കൊല്ലും. അതിൽ ഇബ്നു ബത്തൂത്തയുടെ സുഹൃത്തുക്കൾ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ചു നോക്കൂ ആ അവസ്ഥ. അതുകൊണ്ടുതന്നെ കൊട്ടാരത്തിലെ ഓരോ ദിവസവും ഒരു ഭാഗ്യപരീക്ഷണം പോലെയായിരുന്നു. ഇന്ന് ജീവനോടെ ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പുമില്ല. സുൽത്താന്റെ പ്രീതി എപ്പോ വേണമെങ്കിലും അപ്രീതിയായി മാറാം. സ്വന്തം കൺമുന്നിൽ വെച്ച് സുഹൃത്തുക്കൾ കൊല്ലപ്പെടുന്നത് കണ്ട ഇബ്നു ബത്തൂത്തയ്ക്ക് ഇന്ത്യയിലെ ജീവിതം ഒരു വലിയ ചൂതാട്ടം തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെ സുൽത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരവസരം കിട്ടി. ചൈനയിലേക്കുള്ള ഒരു നയതന്ത്ര ദൗത്യം. ഇതൊരു രക്ഷപ്പെടലാണെന്ന് അദ്ദേഹം കരുതി. പക്ഷെ വിധി വേറെയൊന്നായിരുന്നു. പോകുന്ന വഴിക്ക് കൊള്ളക്കാരാക്രമിച്ചു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പിന്നെ കപ്പലിൽ കയറിയപ്പോൾ അത് മലബാർ തീരത്തുവെച്ച് തകർന്നു. കൂടെയുണ്ടായിരുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഇനി വെറും കൈയോടെ എങ്ങനെ സുൽത്താന്റെ മുന്നിൽ പോകും? ആ പേടി കാരണം അദ്ദേഹം ഒരു അഭയാർത്ഥിയെപ്പോലെ മാലിദ്വീപുകളിലേക്ക് പലായനം ചെയ്തു. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇബ്നു ബത്തൂത്ത ഒരു ടൂറിസ്റ്റ് ആയിരുന്നില്ല. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ വെറുതെ കാഴ്ചകൾ കണ്ട് മടങ്ങുകയായിരുന്നില്ല. തന്റെ അറിവും കഴിവും വെച്ച് അവിടങ്ങളിൽ ഒരു പ്രധാന വ്യക്തിയായി അദ്ദേഹം മാറി. ചിലയിടത്ത് ന്യായാധിപനായി, മറ്റു ചിലയിടത്ത് രാജാവിന്റെ പ്രതിനിധിയായി, എന്തിന് മാലിദ്വീപിൽ ഒരു രാഷ്ട്രീയ നേതാവ് വരെയായി അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം അദ്ദേഹം യാത്ര നിർത്തിയെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമില്ല. അടുത്ത ഘട്ടം തുടങ്ങി. ലോകത്തിന്റെ അറ്റങ്ങൾ തേടിയുള്ള യാത്ര. അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോകത്തിന്റെ അതിരുകൾ കാണാനായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ശ്രമം. അദ്ദേഹത്തിന്റെ കൗതുകത്തിന്റെ ഒരു അതിരുമുണ്ടായിരുന്നില്ല. സിറിയയിൽ പടർന്നു പിടിച്ച ബ്ലാക്ക് ഡെത്ത് എന്ന മഹാമാരിക്ക് അദ്ദേഹം സാക്ഷിയായി. യൂറോപ്പിലെ അവസാനത്തെ മുസ്ലിം രാജ്യമായിരുന്ന സ്പെയിനിലെ ഗ്രാനഡ സന്ദർശിച്ചു. അവിടെ നിന്ന് ചൈനയിലെത്തി. അതിന്റെ തിരക്കേറിയ തുറമുഖങ്ങൾ കണ്ടു. ഒടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറയും കടന്ന് മാലി സാമ്രാജ്യത്തിന്റെ സമ്പന്നതയും കണ്ടറിഞ്ഞു. ഈ യാത്രകളിലെല്ലാം വെച്ച് മാലിയിലേക്കുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേക ചരിത്ര പ്രാധാന്യമുണ്ട്. കാരണം തിരിച്ചു മൊറോക്കോയിലെത്തിയപ്പോൾ അവിടുത്തെ സുൽത്താന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആ യാത്രയെക്കുറിച്ച് വിശദമായി എഴുതി.
14-ാം നൂറ്റാണ്ടിലെ പടിഞ്ഞാറൻ ആഫ്രിക്കയെക്കുറിച്ച് പഠിക്കാൻ ഇന്ന് ചരിത്രകാരന്മാർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണത്. അങ്ങനെ ഏകദേശം 30 വർഷം ഒരു മനുഷ്യായുസ്സിന്റെ പകുതിയോളം നീണ്ട യാത്രകൾക്ക് ശേഷം അദ്ദേഹം ഒടുവിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തി. യാത്രകൾ അവസാനിച്ചു, പക്ഷേ ലോകത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മൊറോക്കോയിലെ സുൽത്താൻ അദ്ദേഹത്തോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ഈ യാത്രകളെക്കുറിച്ചും കണ്ട കാഴ്ചകളെക്കുറിച്ചുമെല്ലാം വിശദമായി പറയണം, അതൊരാളെ വെച്ച് എഴുതിയെടുക്കാം. അങ്ങനെയാണ് റിഹില, അതായത് സഞ്ചാരങ്ങളെന്ന പേരിൽ ആ വിഖ്യാതമായ പുസ്തകമുണ്ടാവുന്നത്. ഈ പുസ്തകമാണ് ഇബ്നു ബത്തൂത്തയുടെ കഥയെ നൂറ്റാണ്ടുകളോളം നിലനിർത്തിയത്. ഈ പുസ്തകത്തിന്റെ വലുപ്പം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഒന്നാലോചിച്ചു നോക്കൂ, കുറഞ്ഞത് 60 ഭരണാധികാരികളെ അദ്ദേഹം നേരിൽ കണ്ടു. 2000-ലധികം ആളുകളുടെ പേരെടുത്തു പറയുന്നുണ്ട്. പിന്നെ ആ 75,000 മൈൽ ദൂരവും. ഇത് വെറുമൊരു യാത്രാവിവരണമല്ല, 14-ാം നൂറ്റാണ്ടിലെ ലോകത്തെക്കുറിച്ചുള്ള ഒരു എൻസൈക്ലോപീഡിയ എന്ന് തന്നെ പറയാം. അപ്പോ എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം അന്നത്തെ മറ്റ് ചരിത്രരേഖകൾ പോലെ ഇത് രാജാക്കന്മാരുടെ യുദ്ധങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന ഒന്നല്ല. സാധാരണ മനുഷ്യരുടെ ജീവിതം, അവരുടെ ആചാരങ്ങൾ, ഭക്ഷണരീതികൾ, വിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നിറയെ. അതുകൊണ്ടുതന്നെ ഇത് വെറുമൊരു ചരിത്രപുസ്തകമല്ല, മധ്യകാല ലോകത്തേക്ക് നമുക്ക് തുറന്നു തരുന്നൊരു ജനലാണ്. അപ്പോ ഇബ്നു ബത്തൂത്തയുടെ ഈ കഥ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത്രയും വലിയ ഇതിഹാസതുല്യമായൊരു യാത്രയുടെ കഥ പോലും ഏതാണ്ട് വിസ്മരിക്കപ്പെട്ടു പോയില്ലേ? അങ്ങനെയെങ്കിൽ ചരിത്രം ഇനിയും എത്രത്ര അത്ഭുതകരമായ കഥകളായിരിക്കും നമ്മളറിയാതെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാവുക. അതൊന്ന് ചിന്തിച്ചു നോക്കൂ.